എന്റെ പൊന്നു പ്രേക്ഷകരെ, ചിരിച്ച് ചിരിച്ച് ഞാൻ ചാവുകയാണ്. ശോഭാ സുരേന്ദ്രന്റെ നടുക്കുന്ന ഞെട്ടിക്കുന്ന ഒരു ഫോൺ സംഭാഷണം വന്നിട്ടുണ്ട്. ഓരോ അമ്മമാരും, അതായത് ഒരു കാര്യം പറയാൻ പൊന്നു പ്രേക്ഷകരെ, അത് വെച്ചു തരുന്നതിന് മുമ്പ് എന്റെ കമന്റ് ബോക്സിൽ ചില അമ്മമാർ, രാഹുൽ മാങ്കൂടത്തിലിനെ ഇഷ്ടപ്പെടുന്ന അമ്മമാർ എന്നോട് പറയുകയാണ്, മോനെ രാഹുലിന് VD സതീശൻ സീറ്റ് കൊടുക്കാത്തത് കൊണ്ട് ഞങ്ങൾ ശോഭക്കാണ് ഇപ്രാവശ്യം വോട്ടിടുന്നത് എന്ന് പാലക്കാടിലെ അമ്മമാർ എനിക്ക് കമന്റ് ഇട്ടു. ആ അമ്മമാരോട് പറയുകയാണ്, ശോഭാ സുരേന്ദ്രന്റെ വൃത്തികെട്ട ഒരു ഫോൺ സംഭാഷണം വന്നിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം അമ്മമാരെ. അത് കേട്ടിട്ട് വേണം നിങ്ങൾ ആർക്ക് വോട്ടിടണമെന്ന് നിങ്ങൾ തീരുമാനിക്കാൻ. ശോഭാ സുരേന്ദ്രന് കേസടക്കമായിട്ടുണ്ട്. അതിന്റെ വീഡിയോ ക്ലിപ്പ് ഞാൻ വെച്ചു തരാം. അതിനു മുമ്പ് ഒരൊറ്റ കാര്യം പറയുകയാണ്, ഈ പിഞ്ചോമന പെൺകുട്ടി ഉണ്ടല്ലോ, ഈ പെൺകുട്ടിക്ക് ഷിംജിത്ത മോഡൽ, അതായത് ഈ പെൺകുട്ടിക്ക് വലിയൊരു ലൈംഗിക അതിക്രമം ഈ പെൺകുട്ടി നേരിട്ടു. ഈ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. വീഡിയോയുടെ അവസാന ഭാഗം ഞാൻ വെച്ചു തരാം. നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം. വൈറലാണ്. ഇൻസ്റ്റഗ്രാമിൽ കരഞ്ഞുകൊണ്ടാണ്. ഇങ്ങനൊരു ഗതികേട് ലോകത്തിൽ ഒരു പെൺകുട്ടികൾക്കും വരരുത്. അതിന് പ്രത്യേകിച്ചിട്ട് വീഡിയോ ഇടാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ഈ വീഡിയോയുടെ അവസാന ഭാഗം ഞാൻ വെച്ചു തരാം. ഓരോരുത്തരും കേൾക്കണം. ശോഭാ സുരേന്ദ്രന്റെ നടുക്കുന്ന ഞെട്ടിക്കുന്ന ആ ഒരു ഫോൺ സംഭാഷണം കേൾക്കണം. അതിനുശേഷം ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, നമ്മുടെ പ്രശ്നത്തിലേ ഉള്ളൂ. മാഷയുടെ കയ്യില് ഇപ്പൊ വന്നിട്ടുള്ള കുറച്ച് പൈസ ഉണ്ട്. ആ പൈസ ദാസേട്ടന് എത്രയും പെട്ടെന്ന് മേടിച്ചെന്നാ എനിക്ക് അതിന് കുറച്ച് പൈസ എടുക്കാനാണ്, അല്ലാണ്ട് പുണ്യപ്രവർത്തി ചെയ്യാനല്ല. അല്ല, അത് നമുക്ക് ഉറപ്പാണല്ലോ, അത് പ്രശ്നമൊന്നുമില്ല. കാരണം എന്താ വെച്ചാല് എനിക്ക് അതിന്ന് ഒരു 25 ലക്ഷം ഉറുപ്പ്യ എനിക്ക് കിട്ടിയാൽ എനിക്കിപ്പോ ഒരാളെ കൊണ്ട് വിളിച്ചു പഠിച്ചിട്ട് എനിക്കൊരു വലിയ പോസ്റ്റ് വരുന്നുണ്ട്, അത് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എനിക്ക് ഈ കള്ളത്തരങ്ങളില്ല, എല്ലാ കാര്യവും ഓപ്പണായിട്ട് പറയും. എന്താ കാര്യമുള്ളൂ, മാറ്റക്ക് ഈ പൈസ വന്നിട്ടുള്ളത് വേറെ വഴി കൂടിയാണ്. പിന്നെ നിതിൻ ഗഡ്കരിജി 1.5 വർഷം കഴിയുമ്പോ അദ്ദേഹം ഈ ഫീൽഡിൽ നിന്ന് മാറാൻ പോവുക. അപ്പൊ അവിടെ കിടക്കുന്ന 1 കോടി ഉറുപ്പ്യ നമുക്ക് മേടിക്കണോ വേണ്ടയോ? അത് ചെക്ക് ചെയ്തെടുത്തോളോ, ഇല്ലെങ്കിൽ അത് കിട്ടിക്കാനുള്ള പരിപാടി അവിടെ നോക്കാം. ആയിക്കോട്ടെ. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ എന്തിനാണ് പ്രവർത്തിക്കുന്നത് എന്ന് പ്രേക്ഷകർക്ക് ബോധ്യമായിട്ടുണ്ടാവുമല്ലോ. പുണ്യപ്രവൃത്തി ചെയ്യാനല്ലെന്നും 25 ലക്ഷം രൂപ ആവശ്യമുണ്ടെന്നും അത് 1 കോടി രൂപ പിടിക്കാനാണെന്നും അതൊരു പോസ്റ്റിനു വേണ്ടിയാണെന്നും പറയുമ്പോൾ ഇപ്പോഴും BJPയുടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് ഈ ശോഭാ സുരേന്ദ്രൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേട്ടു അമ്മമാരെ, ജയിപ്പിച്ചു വിട്ടാൽ എന്താവും? ഖജനാവിനുള്ള പൈസ മൊത്തത്തിലെടുത്ത് ബഡ്ഡിയാക്കും. അതായത് പറയുകയാണ് 25 ലക്ഷം വേണം. എന്തിനത് കേട്ടാൽ ചിലർ ചിന്തിക്കും സാധാരണക്കാരായ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയെന്ന്. ശോഭ നിരന്തരം സ്പീച്ച് ചെയ്യുന്നു, വികസനമില്ല, അതില്ല, മറ്റതില്ല, മറിച്ചതില്ല എന്ന് പറഞ്ഞിട്ടല്ലേ ശോഭ നിരന്തരം സ്പീച്ച് ചെയ്യുന്നത്. എന്നെ ഒന്ന് ജയിപ്പിച്ചു വിടൂ, ഞാൻ അങ്ങനെയാക്കാം, മറ്റതാക്കാം, മറിച്ചതാക്കാന്നല്ല ശോഭ പറയുന്നത്. അതേ ശോഭ പറയുകയാണ് 25 ലക്ഷം വേണം. എന്തിന്? പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുക്കാനുള്ള. അത് വെച്ചിട്ട് 1 കോടി ഉണ്ടാക്കണം. എത്രേ നാണമുണ്ടോ ശോഭാ സുരേന്ദ്ര? ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടോ? നിങ്ങളെ ഞങ്ങൾ ജയിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? MLA ഫണ്ടിൽ എത്രയുണ്ട് അതൊക്കെ ഇട്ടിട്ട് കോടിക്കണക്കിന് രൂപയുണ്ടാക്കും. ഇവർക്കാണോ നമ്മൾ ഭരണം കൊടുക്കേണ്ടത്? പൊന്നു പാലക്കാടുകാരാ, ശോഭാ സുരേന്ദ്രന്റെ ഇഷ്ടം പോലെ ഓഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് ഒറിജിനൽ ആണോ അല്ലേ എന്നൊരു സംശയമുണ്ട്. അതൊക്കെ ചെക്ക് ചെയ്തിട്ട് ഒറിജിനൽ ആണെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ ഉറപ്പായിട്ടും കൊണ്ടുവരിക തന്നെ ചെയ്യും. ശോഭാ സുരേന്ദ്രന് കേസായി മക്കളെ. നമ്മുടെ രമേശ് പിഷാരടി വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ ശോഭാ സുരേന്ദ്രൻ ശോഭയുടെ അണികളെ നിർത്തുകയാണ്. രമേശ് പിഷാരടി ഒരു വീട്ടിലേക്കും കയറരുത്. വോട്ട് ചോദിക്കാൻ കയറിയാൽ രമേശ് പിഷാരടിക്ക് നേരെ കല്ലെറിയാൻ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ശോഭയുടെ അണികൾ ഓരോ രമേശ് പിഷാരടിയെ തടയുന്നത് കൊണ്ട് അത് വലിയൊരു കേസായിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ട് ഒരു യുവാവ് പറയുന്നുണ്ട്, അത് നമുക്ക് കേട്ടു നോക്കാം. കഴിഞ്ഞ ദിവസം നമ്മുടെ വടക്കന്തറ ഭാഗത്ത് UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെ അവിടുത്തെ BJP പ്രവർത്തകർ തടഞ്ഞ വിഷയത്തിൽ ഇപ്പോൾ ബ്ലോക്ക് കോൺഗ്രസ് നേതാക്കന്മാരെല്ലാവരും കൂടെ ഇവിടെ നോർത്ത് സ്റ്റേഷനിൽ വന്നിട്ട് പാലക്കാട് നോർത്ത് സ്റ്റേഷനിൽ പരാതി കൊടുക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഇന്നലെ പാലക്കാട് UDFന്റെ സ്ഥാനാർത്ഥി രമേശ് പിഷാരടി അദ്ദേഹത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന തരത്തിൽ അദ്ദേഹം വോട്ടഭ്യർത്ഥിച്ച് വടക്കന്തറ മനക്കൽ തൊടി എന്ന പ്രദേശത്ത് പോവുകയും അദ്ദേഹം വോട്ടഭ്യർത്ഥിച്ച് പോകുന്ന സമയത്ത് അദ്ദേഹത്തെ ഞങ്ങളുടെ ഈ പ്രദേശത്ത് നിങ്ങളെ വോട്ടഭ്യർത്ഥിക്കാൻ അനുവദിക്കില്ല, ഇത് ഞങ്ങളുടെ ശക്തി കേന്ദ്രമാണെന്ന് പറഞ്ഞുകൊണ്ട് BJPയുടെ നഗരസഭാംഗം, പാലക്കാട് നഗരസഭയിലെ അംഗമായ സിന്ധുരാജൻ എന്ന ഒരു വ്യക്തി, ആ സ്ത്രീയും അവരുടെ കൂടെ കുറെ ഗുണ്ടകളി നിർത്തിക്കൊണ്ട് വളരെ അസഭ്യം പറയുകയും സ്ഥാനാർത്ഥിയെ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇന്നലെ ഉണ്ടായത്. ഇത് കേരളത്തിൽ ഒരിക്കലും നമുക്ക് അനുവദിച്ചുകൂടാ. ഇവരെല്ലാം ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ആയാൽ
ഇതിനേക്കാളും അപകടമായിരിക്കും നമ്മളോടൊക്കെ സംഭവിക്കാൻ പോകുന്നത്. ഒരു കാരണവശാലും നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല. 2016 സമാനമായിട്ടുള്ള സ്ഥിതി ഇതേ സ്ഥാനാർത്ഥി, BJPയുടെ ഇതേ സ്ഥാനാർത്ഥി 2016 പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുമ്പോൾ അന്ന് ഷാഫി പറമ്പിലിനെതിരെ ഈ മൂത്താന്തറ പോലുള്ള പ്രദേശത്ത് അദ്ദേഹത്തെ വഴിത്തടയുകയും ഇതുപോലെ തന്നെ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ഉണ്ടായി. ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അന്ന് ഷാഫി പറമ്പിൽ 17,480 വോട്ടിനാണ് ഈ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത്. എന്തിനാണ് ഈ അസഹിഷ്ണുത എന്നുള്ളത് നമുക്കറിയില്ല. ഇതൊരിക്കലും അനുവദിക്കാൻ കഴിയുന്നല്ല. കൗൺസിലർക്കെതിരെയാണോ ഈ പരാതി? തീർച്ചയായും കൗൺസിലർക്ക് എതിരാണ് പരാതി. കാരണം അവർ ജനാധിപത്യത്തിൽ ഇതേപോലെ ജനങ്ങളിൽ വോട്ട് അഭ്യർത്ഥിച്ച് വന്നൊരു ആളാണ്. അവർ ഇതിന് മാതൃകയാവേണ്ട ആള് തന്നെ ഇതിനെതിരെ പ്രവർത്തിച്ചു ഒരു സഞ്ചാര സ്വാതന്ത്ര്യം തടയുക, വോട്ട് അഭ്യർത്ഥിച്ചു പോകുന്ന ആളെ തടയുക എന്ന് പറയുന്നത് തികച്ചും അച്ചടക്കലംഘനമാണ്. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ കൗൺസിൽ സ്ഥാനം ഉൾപ്പെടെ രാജിവെക്കണം. കാരണം ഇത് അയോഗ്യത വരും. തെരഞ്ഞെടുപ്പ് ചട്ടപ്രകാരം അയോഗ്യത കൽപ്പിക്കേണ്ട വകുപ്പ് പ്രകാരം കേസെടുക്കണമെന്നാണ് ഞങ്ങൾക്ക്. ഇതിപ്പോ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ UDF-നും ശക്തി കേന്ദ്രങ്ങളുണ്ടല്ലോ പല ഭാഗത്തും. UDF-ന്റെ ശക്തി കേന്ദ്രങ്ങൾ പുതുപ്പള്ളിത്തിരി പോലെ അല്ലെങ്കിൽ കല്ലേപ്പുള്ളി പോലെ വെണ്ണക്കര പോലെ പല പ്രദേശങ്ങളുണ്ട്. ഞങ്ങൾ ചരിത്രത്തിൽ ഇന്നേ വരെ രാജ്യത്ത് തന്നെ ഒരു സ്ഥാനാർത്ഥിയും ഞങ്ങൾ തടഞ്ഞിട്ടില്ല. മാത്രമല്ല ഇനിയും ഞങ്ങൾ തടയില്ല. കാരണം ഇവർക്കൊക്കെ ആ പ്രദേശത്ത് വരാം. ഇവരൊക്കെ വന്നതാണ്. ഇവരെല്ലാം ആ പ്രദേശത്ത് 1-2 റൗണ്ട് പൂർത്തിയാക്കിയതാണ്. അവർക്കൊന്നും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ പ്രദേശത്ത് വരുമ്പോൾ മാത്രമേ UDF സ്ഥാനാർത്ഥിക്ക് ഇങ്ങനെ ഒരു അനുഭവമുള്ളൂ. എന്തിനാണ് ഈ അസഹിഷ്ണുത എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. കേട്ടോ ശോഭാ സുരേന്ദ്രന് ഇതൊക്കെ വളരെ വളരെ മോശമാണ്. തോൽക്കുമെന്ന് ഭയമുണ്ടെങ്കിൽ എന്തിനാണ് ശോഭ നിങ്ങൾ മത്സരിക്കുന്നത്? തോൽക്കുമെന്ന് ഭയമുണ്ടായിട്ട് UDF സ്ഥാനാർത്ഥിയെ തടയുന്നതാണോ? നാണമുണ്ടോ? ഇത്രയെങ്കിലും ഉളുപ്പുണ്ടോ ശോഭാ സുരേന്ദ്ര നിങ്ങൾക്ക്? ഓക്കെ, ഒരു ചെറിയൊരു പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അക്രമം. ആ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാനും അത് കേട്ടിട്ടില്ല. നമുക്ക് ഒരുമിച്ച് കേൾക്കാം. ഓക്കെ. ആസ് എ ഗേൾ എന്ന നിലയ്ക്കോ അല്ലെ കോണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലയ്ക്കോ എനിക്ക് എന്ത് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനത് തീരെ ഷെയർ ചെയ്യില്ല. പക്ഷെ ഇന്നെന്തോ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ അമ്പലത്തിൽ പോയ സമയത്ത് ഇങ്ങനെ തിരക്കിനടിയിൽ ഏതോ ഒരയാള് ഗ്രാബ്ഡ് മൈ ആസ് ആൻഡ് അന്നേരം എനിക്കൊന്നും റിയാക്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം പെട്ടെന്ന് ഞാൻ ഷോക്കായിപ്പോയി. പിന്നെ അയാളെ മുഖവും കണ്ടിട്ടില്ല. പക്ഷെ അതെന്റെ മനസ്സിലിങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടേ നിന്ന് ഈ വൃത്തിയിട്ടൊരു ഫീല്. എന്നിട്ട് കുറച്ച് എന്നിട്ട് the one person I said this to said that it happened because I walked in a crowded place. ഞാൻ വെച്ചാൽ എനിക്ക് വലിയ സീനൊന്നും ഇല്ലാന്ന്. അന്നേരം ഞാൻ അത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ചെറിൻ്റെ അടുത്ത് പോയിരുന്ന സമയത്ത് ഒരു ഏച്ചി ഉണ്ടായിരുന്നു അവിടെ. അല്ല 2 ഏച്ചിമാരും ഒരേട്ടനും. അപ്പൊ വേറെ ഒരേട്ടൻ വന്ന് ഈ ഏച്ചിനോട് പറഞ്ഞ് അവിടെ ഇരിക്കുന്ന ആ കുട്ടീനെ കണ്ടോ, ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് എന്ന്. ഇവളെന്താക്കി വെച്ചാല് ഒച്ചത്തിൽ എന്റെ വീഡിയോ ആടുന്ന് പ്ലേ ചെയ്ത് ചുറ്റും ആൾക്കാരുണ്ട്. ഇഫ് യു ആർ എ കോണ്ടന്റ് ക്രിയേറ്റർ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. എനിക്ക് കുറെ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ കാര്യമാക്കിയിട്ട് എടുത്തിട്ടില്ല. അത് ഭയങ്കര അൺകംഫർട്ടബിൾ ആണ്. എന്നിട്ട് വെച്ചത് മാത്രമാണ് കുഴപ്പമില്ല. ഇവക്ക് കാണാനുള്ള പൂതി കൊണ്ടാണെങ്കിൽ സ്പീക്കറിൽ ഒച്ച കുറച്ചിട്ട് വെക്കാം. ഇത് ഫുൾ സ്പീഡിൽ ഞാൻ അവിടെ തൊട്ടടുത്തിരിക്കുന്നുണ്ട്. അത് മാത്രമാണ് കുഴപ്പമില്ല. എന്നിട്ട് അവിടെ ഒരു ഉളുപ്പില്ലാണ്ട് ഇരുന്ന് ചിരിച്ചിട്ട് വല്ലാത്തൊരു ടോണിൽ ഇങ്ങനെ പറയാണ്, ഇതിനെ ഞാൻ ഇതുവരെ കണ്ടിക്കില്ലല്ലോ എടി, ഇതേതാണ് അങ്ങനൊക്കെ ചിരിച്ചോണ്ട് ഇറ്റ് വാസ്. അത് കേട്ടാലേ മനസ്സിലാവും. ഒരുമാതിരി വൃത്തിയായിട്ട ടോണില് വലിയ കാര്യം നല്ലാത്ത. പക്ഷെ ഇറ്റ് ഇസ് അത് ഒരു ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ ഡീസൻസി ഉള്ള ഒരാൾ ഒരിക്കലും അങ്ങനെ ഒന്നും ചെയ്യില്ല. മറ്റേ കേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു അമ്പലത്തില് പാവടയും ബ്ലൗസ് ഒക്കെ ഇട്ട് വെക്കുന്ന ഒരു കുട്ടീനെ കണ്ടിട്ട് ഹൗ കെൻ സമ്മൺ തിങ്ക് അബൌട്ട് ഗ്രാബിങ് സംതിങ്? ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ദാറ്റ് മേക്സ് മീ ഡൗട്ട് ദൈവം. ബൈ ദ വേ, വേണമെങ്കിൽ അത് ആക്സിഡന്റ് ആന്ന് പറയാം. പക്ഷെ ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. പക്ഷെ അത് റീപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ് വാസ് എൻ ആക്സിഡന്റ്. ഇങ്ങനെ തട്ടിപ്പോയതൊന്നല്ല. എന്ത് തരത്തിലുള്ള ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്നാലും ഞാൻ എന്തായാലും റിയാക്ട് ചെയ്യില്ല. പക്ഷെ ഇതെന്തോ എനിക്ക് പറയണം തോന്നി. ഓക്കെ, ഒരാൾ അയച്ചു തന്നതാണ് ലൈംഗികം എന്തോ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട്. ഇത് സംഭവം വേറെയാണ്. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, അപ്പോൾ ഒരു കാര്യം കൂടി, അത്രയും ഇതൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വന്ന മെസ്സേജാണ് ഈ പെൺകുട്ടി പറഞ്ഞത്. അതിൽ ടൈറ്റിൽ എഴുതിയത് എനിക്ക് അയച്ചു തന്ന വ്യക്തി ആരോ ഒരാൾ ഈ പെൺകുട്ടിയെ കയറി പിടിച്ചു എന്നാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ പറഞ്ഞത്. ഒരുമിച്ചാണ് നമ്മൾ കേട്ടത്. അപ്പോൾ പൊന്നു പ്രേക്ഷകരോട് ഒരു കാര്യം കൂടി പറയുകയാണ്, ഇലക്ഷൻ വരാൻ പോവുകയാണ്. ചിന്തിച്ച് വേണം നിങ്ങൾ വോട്ടിടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ചിന്തിക്കാതെ വോട്ടിട്ട് കഴിഞ്ഞാൽ 8ന്റെ പണി കിട്ടും. ഓക്കെ, അപ്പോൾ പൊന്നു പ്രേക്ഷകരെ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ഉടൻ വരാം. ഓക്കെ, ബൈ.